ഓം ശ്രീ ആഞ്ജനേയായ നമ. MSP4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം. 2026 മാർച്ച് മാസം 22-ാം തീയതി മുതൽ മാർച്ച് 28-ാം തീയതി വരെയുള്ള നക്ഷത്ര ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ടെൻഷൻസ് കൂടി നിൽക്കാൻ സാധ്യതയുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നതുമാണ്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. പക്ഷെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത ഔദ്യോഗികപരമായും അതുപോലെ തന്നെ ബന്ധുമിത്രങ്ങൾക്കിടയിൽ പോലും അങ്ങനെയുള്ള വാക്ക് തർക്ക സാധ്യതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വഭാവം അത്യാവശ്യമായിട്ട് പാലിക്കേണ്ടതാണ്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും സൗന്ദര്യ കലഹങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ യാത്രാ ക്ലേശം കൂടി നിൽക്കാനും അങ്ങനെയുള്ള കൂടുതൽ യാത്ര ചെയ്യേണ്ട കാര്യങ്ങൾ ഔദ്യോഗികപരമായിട്ട് കൂടുതൽ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായി അങ്ങനെ നഷ്ടം അതുപോലെ പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ കൂടുതലായിട്ട് അതിലും ആ കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള ചിന്ത, അതായത് കൂടുതൽ ടെൻഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഉണ്ടാവുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അങ്ങനെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ അനുകൂലമാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒഴിവാക്കി കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്ഷേത്രം, കുടുംബദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ വീട്ടില് വെച്ചാരാധന അതുപോലെ സർപ്പക്കാവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ദൈവാധീനം ആർജിച്ചെടുത്ത്, കാരണം അങ്ങനെ എന്തെങ്കിലും തടസ്സപരമായിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള പരിഹാരം കൂടി ചെയ്തു പോവുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം, പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത, അതുപോലെ പണം കടം കൊടുക്കുന്നത് പരമാവധി നിയന്ത്രിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് മിത്രങ്ങൾക്കിടയിൽ പോലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നവരും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയും കുടുംബദേവിയും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുക. അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലീസ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭാഗ്യപരമായി ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് കൊണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വാരം അത്ര അനുകൂലമായിട്ട് കാണിക്കുന്നില്ല.
വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിരിക്കും. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ഒരു വാരം ബുധനാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുവരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിച്ചു തന്നെ മുൻപോട്ട് പോവുക. വിഘ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഞാനിത് കോമൺ ആയിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് 100% വരുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കോമൺ ആയിട്ടുള്ള ഫലം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ച് അങ്ങനെ കൂടുതൽ ടെൻഷൻ അങ്ങനെ അടിക്കേണ്ട. കോമൺ ആയിട്ടുള്ള ഫലം മാത്രമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ദശാസന്ധി ഏതാണോ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ഇതാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലം. ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാവും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ കൂടുതൽ കാലമായിട്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോവുക. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിര പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയം. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു സമയം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോകുന്ന നല്ല ഒരു സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് റിലേറ്റഡ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. അതുപോലെ ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും ഈ ഒരു വാരം നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. അതുപോലെ തന്നെ വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ അലോക്കേഷൻ ചെയ്യാൻ പറ്റിയ നല്ല ഒരു വാരമാകും മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വാരം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ചെറിയ തോതിലുള്ള ഭാഗ്യ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി വെറ്റിലമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരം കുറഞ്ഞു നിൽക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാരം അതിൽ നിന്ന് ഒരു മുക്തി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാകും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നവരാണെങ്കിലും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഈ ഒരു വാരം നേരിടാൻ സാധ്യതയുണ്ട്. കുടുംബദേവിയെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. വ്യാഴമന്ത്രം ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു വാരം. ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. വ്യാഴ സംബന്ധമായിട്ടുള്ള കൂടുതൽ കടാക്ഷം ആർജിച്ചെടുക്കേണ്ട ഒരു വാരമാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം. മഹാവിഷ്ണു മന്ത്രം ജപിക്കുക. പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം,
ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് അലർജി കാര്യങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നടുവിനുണ്ടാകുന്ന അസ്വസ്ഥത, നയന സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, ഇങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല വാരം. വിദ്യാർത്ഥികൾക്ക് നല്ല തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഏറെക്കാലമായി തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. ധനപരമായിട്ട് കൂടുതലായിട്ടുള്ള ചിലവുകൾ, പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായി നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റൈൻ ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതുമാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ അസാധ്യ സാധക മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. അസാധ്യ സാധക സ്വാമിൻ അസാധ്യം തവ കിംവദ രാമദൂത കൃപാ സിന്ധു മത് കാര്യം സാധേയ പ്രഭു. ഈ മന്ത്രം, അസാധ്യ സാധക മന്ത്രം, നിങ്ങൾക്ക് കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ ഈ മന്ത്രം ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അനുഗ്രഹ സ്ഥാനത്ത് ഹനുമാൻ സ്വാമി ഉണ്ടാകുന്നതാണ്. ഈ ഒരു വാരം പ്രത്യേകിച്ച് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്ന നല്ലൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായി അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഭാഗ്യം കടാക്ഷിക്കുന്ന നല്ല ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹ സംബന്ധമായിട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു സമയമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാകും. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഉള്ള ദൈവാധീനവും നിലനിൽക്കുന്ന ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ കൂടി അനുഗ്രഹമുള്ള ഒരു വാരമായതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ദാമ്പത്യപരമായി വളരെ നല്ല സമയമാകും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള കലഹ സാധ്യതകളെല്ലാം മാറി നിൽക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുക. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത, നയന സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ചെറിയ ക്ലേശങ്ങൾക്കുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നതാണ്. ടെൻഷൻസ്, പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള അങ്ങനെയുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത. അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും കൂടുതൽ ടെൻഷൻസ്, അങ്ങനെയുള്ള അലസത കാര്യങ്ങൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും. പക്ഷെ ടെൻഷൻസ്, അനാവശ്യമായിട്ടുള്ള ടെൻഷൻ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഭാഗ്യപരമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം മാറി നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അലസത കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണു സഹസ്രനാമോ ഹനുമാൻ ചാലിസയും ജപിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ധനപരമായിട്ടുള്ള നഷ്ടം, പാഴ്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വീട് പണിയുന്നവർക്ക് ചെറിയ അങ്ങനെയുള്ള
ബുദ്ധിമുട്ടുകൾ, അതായത് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഈ ഒരു വാരം നേരിടാൻ സാധ്യത ഏറെയാണ്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവം അത്യാവശ്യമായിട്ടും നേടി മുൻപോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഉചിതമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മാത്രം അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ, അങ്ങനെ റോങ് ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതകൾ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ തന്നെ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി പോകാൻ പ്ലാൻ ചെയ്യുന്ന, അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാകും. അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല സമയം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷന് ഈ വരുന്ന വാരം വളരെ അനുകൂലമായിരിക്കും. കസ്റ്റമേഴ്സ് റിലേറ്റഡ്, നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ഒരു വാരം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ടുള്ള ടെൻഷൻസ്, അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതും അത്യാവശ്യമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം വരുന്ന വാരം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കർമ്മരംഗത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ നല്ല ഒരു സമയമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും ധനുക്കൂർ നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ഭാഗ്യപരമായി വളരെ നല്ല സമയമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ അങ്ങനെയുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ, പ്രത്യേകിച്ച് വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും സ്റ്റുഡൻസിനും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് റിലേറ്റഡ് ഡീലിങ്ങിലുള്ള പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷന് ഈ വരുന്ന വാരം അത്ര അനുകൂലമായില്ല. പക്ഷേ ബിസിനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടാനുള്ള ഭാഗ്യം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതുമാണ്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായി നിങ്ങൾ അങ്ങനെ ചെയ്ത് പെൻഡിങ് വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഭാഗ്യം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. ഭാഗ്യപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു സമയമായിട്ട് തന്നെയാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും അതുപോലെ ശനീശ്വര മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും
വിദേശത്തേക്ക് പോകാൻ പുറത്തേക്ക് അങ്ങനെ ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശം, കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള ക്ഷീണം, നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് IT മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ടുള്ള സ്ട്രെയിൻ, വർക്ക് സംബന്ധമായിട്ടുള്ള സ്ട്രെയിൻ, അതുപോലെ വർക്ക് റിലേറ്റഡ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പൊതുവെയുള്ള ഫലം മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുക. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. രാഹു മന്ത്രം ദിവസവും ജപിക്കേണ്ടതാണ്. അർദ്ധകായ മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഈ മന്ത്രം ദിവസവും ജപിച്ച് തന്നെ മുൻപോട്ട് പോവുക. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന വാരം വളരെ അനുകൂലമായിരിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ വെൽ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല ഒരു സമയമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ വേണ്ടി വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തോടു കൂടി മുൻപോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ കൂടി നിൽക്കാനുള്ള സാധ്യത, തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് പരിഹരിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ ദീർഘകാലമായി അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ദൈവാധീനവും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പൂജാ പ്രാർത്ഥനയെ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.